മായേ, മായേ, ഇവളവിടെ എന്തെടുക്കുക? മായേ, എടി മായേ. My God! ആരാണി? എന്നാ പോരെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി എത്ര നേരം കാത്തു നിന്നു? ഞാൻ കരുതി നീ വരില്ല എന്ന്. അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? 10 വർഷത്തിന് ശേഷം നീ അടിച്ച ടെലഗ്രാമല്ലേ? കോളേജിൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ചയല്ലേ? എക്സാക്ട്ലി. ബോംബെ നീ എന്ത് ചെയ്യുന്നു? ബിസിനസ് ആണോ അതോ വല്ല ഫാക്ടറിയിലും ആണോ? യു ഗസ്റ്റ് ഇറ്റ് കറക്റ്റ്ലി. എക്സ്പ്ലോസീവ്സ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഞാൻ. ആംസ് ആൻഡ് അമ്യൂണിഷൻസിൽ ഞാൻ എക്സ്പെർട്ട് ആണെന്നാണ് വെപ്പ്. ആ, നീ ഇപ്പൊ എസ്റ്റേറ്റും കാര്യങ്ങളും നോക്കി നടക്കുന്നു അല്ലേ? ഒറ്റയ്ക്കാണോ അതോ? ഈ പറഞ്ഞതിൽ ഒരവശകാമുവിന്റെ ധ്വനിയുണ്ടല്ലോ. ഒറ്റയ്ക്കല്ല, പഴയ കുമാരൻ നായരുണ്ട്, പിന്നെ ഒരു നായും. ഫൈൻ രവി, ഇവിടെ നീ എങ്ങനെ കഴിയുന്നടാ? കല്യാണം കഴിച്ചില്ലേ പോട്ട്? ഒരു ടെമ്പററി അറേഞ്ച്മെന്റിനെങ്കിലും ആരെയും കിട്ടിയില്ലേ? അതിന് നീയല്ലല്ലോ ഞാൻ. സെയിം ഓൾഡ് രവി. ഇവിടെ നോക്ക്, മിസ്റ്റർ ശ്രീകൃഷ്ണന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങേർക്ക് 16,000 തെട്ടല്ലേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ദിവസവും രാത്രി കല്യാണം, രാവിലെ ഡൈവോഴ്സ്. ഒന്ന് ചുമ്മാ ഇല്ല. നീ ആ പഴയ വിജയം തന്നെ. നിന്റെ പേരെന്താടി? എന്തെങ്കിലും പറവണ്ണേ. ഓ മൈ ഗോഡ്. നീ എന്താ മേടിച്ചിരിക്കുന്നത്? വാ, നമുക്ക് പോവാം. എന്റെ രവി, ലോകത്തെവിടെല്ലാം എന്തെല്ലാം ആക്സിഡന്റ് നടക്കുന്നു. ഇതിന് നമുക്കെന്തടവേ കാര്യം? പ്ലീസ് 1 സെക്കൻഡ്.
ഇതാ. ഇതിന് ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ചുമക്കുന്നതിന് അർത്ഥമുണ്ടായിരുന്നു. പിടി. എടാ, നീ എന്നെ ബംഗാളിൽ ഇറക്കി വിട്ടിട്ട് എവിടെ വഴി പോയിക്കോ. ഹലോ, ആ SDP, അത് അപകടമല്ല. ഓ, പേടിക്കാനൊന്നുമില്ല. ആ കുട്ടി ഇപ്പൊ കസ്റ്റഡിയിലായി കാണും. നോ, ഇറ്റ്സ് എ സില്ലി മാറ്റർ. ആ ഡ്യൂട്ടി കാര്യത്തിൽ ഓഫീസിലായാലും വീട്ടിലായാലും ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഐ വാണ്ട് ഡിസിപ്ലിൻ. ഫൂൾ. സോറി, മിസ്റ്റർ മുരളിയോടല്ല, എന്റെ ബോയോനാണ്. നോ 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 നോ, എന്റെ മോനൊന്നുമല്ല. ഹീസ് ഓൺലി മൈ സർവന്റ്. ഈസ് എ ഫൂൾ. സാർ എന്നെ അധിക്ഷേപിക്കരുത്. ഞാൻ ഞങ്ങളുടെ അസോസിയേഷന്റെ സെക്രട്ടറിയാ. നിർത്തണോ? ആ സോറി, ഞാൻ ഇപ്പൊ സ്റ്റേഷനിലോട്ടില്ല. കേന്ദ്രത്തിൽ നിന്നും മിസ്റ്റർ മുരളിക്ക് അറിയാലോ, ഈ കാര്യത്തിൽ മിനിസ്റ്റർ മറ്റും എന്നെയാണല്ലോ അപ്പോയിന്റ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സർവൻസ് സാറിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കും. മര്യാദ മര്യാദ മര്യാദ. ഒലക്ക പാനൽ കാടൂ. പോയി വെള്ളം കൂടി. വെള്ളം 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 കണ്ടില്ല. വെള്ളം കണ്ട്. നീ എന്നോട് ചോദിച്ചില്ലേ ബോംബെയിൽ ഞാൻ എന്തെടുക്കുകയാണെന്ന്? ഇവനായിരുന്നു എന്റെ ചങ്ങാതി. ഞാനൊന്നു പറയാം, നീയോ നിന്റെ പൊട്ടം വേലക്കാരനോ ഈ ബംഗ്ലാവും പരിസരവും വിട്ട് എവിടെയെങ്കിലും പോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആദ്യം മരിക്കുന്ന നീ ആയിരിക്കില്ല, ഈ പെണ്ണായിരിക്കും. ഭയപ്പെടാനൊന്നുമില്ല, ഉറങ്ങിക്കൊള്ളു, ധൈര്യമായി ഉറങ്ങിക്കൊള്ളു. അയ്യോ ഭാഗ്യം, 2 മണിക്കൂർ കഴിഞ്ഞ് വണ്ടി വരുത്തുള്ളൂ. വണ്ടിയുടെ കാര്യം വന്നപ്പോഴാ നമ്മുടെ ലക്ഷ്മണന്റെ കാർട്ടൂൺ പോലെ. എന്താ പറയാ? പറയാം. പ്രേമനൈരാശ്യം മൂലം പണ്ടൊരു പാർട്ടി ആത്മഹത്യ ചെയ്യാനായി റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നു. ഇവിടെ സംഭവിച്ചതെന്നാ അറിയാം, വണ്ടി വന്നപ്പോഴത്തേക്കും പാവം പട്ടിണി കിടന്ന് മരിച്ചിരുന്നു. അല്ല, ഞാനൊരു മഹത്തായ വിറ്റടിച്ചിട്ട് അനുവെന്താ ചിരിക്കാത്ത? ട്യൂബ്ലൈറ്റ് ആണോ അതോ ലേറ്റ് പിക്കപ്പോ? ആ വണ്ടിയുടെ കാര്യം പറഞ്ഞല്ലേ? മുരളിക്ക് എപ്പോഴും തമാശ. നമുക്കൊരു കാര്യം ചെയ്യാം, 2 മണിക്കൂർ സമയം ചെലവഴിക്കാനായി അനു ഈ നക്ഷത്രങ്ങൾ എണ്ണി തീർക്കും. എന്താ എന്നെ? എല്ലാവരും പറയും ഞാൻ ഭാഗ്യവതിയാണെന്ന്. എനിക്കില്ലാത്തതും അത് മാത്രമാണ്. പക്ഷെ ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവനാണ്. ബിക്കോസ്